ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനും അതേപോലെ വെസ്റ്റേൺ മീഡിയയുടെ പ്രൊപ്പഗണ്ട വീണ്ടും അമേരിക്ക ഇന്ത്യക്കുള്ളിൽ നമ്മളുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് അമേരിക്കയ്ക്കെതിരെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഞങ്ങളൊന്നും അമേരിക്കയുടെ ട്രേഡ് ഡീലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരല്ല, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ധൃതി പിടിച്ച് വരുന്ന ആൾക്കാരുമല്ല. നിങ്ങൾക്ക് സാവധാനം എപ്പോഴാണോ ട്രേഡ് ഡീല് ഓക്കെ ആക്കി തരാൻ പറ്റുക ആ സമയത്ത് തന്നാൽ മതി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒറ്റൊരർത്ഥമേ ഉള്ളൂ. അമേരിക്ക പല സാഹചര്യങ്ങളും പല സ്വാർത്ഥ താല്പര്യങ്ങളും ഈ താരിഫിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് നൂലാമാലകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നവംബറിൽ ഈ ട്രേഡ് ഡീൽ ഓക്കെ ആവും എന്നുള്ള ഒരു മുൻകാല ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്കെല്ലാം എവിടെയോ ചെറിയ പാളിച്ചകൾ വരുന്നതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മളുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയലിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ട്രംപിന് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി അയാൾ വെച്ചാൽ താരിഫാണ് അയാളുടെ ഒരു കീ സബ്ജക്റ്റ്. അത് വെച്ചിട്ടാണ് എല്ലാ രാജ്യങ്ങളുമായിട്ടും പുള്ളിക്കാരൻ വില പേശുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ട്രേഡ് ഡീൽ ഇതുവരെ സൈൻ ചെയ്ത രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് 0% താരിഫ് അവരുടെ സ്വന്തം രാജ്യത്തും, അതുപോലെ തന്നെ അമേരിക്കയിലോട്ട് അവരുടെ പ്രോഡക്റ്റ് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ബേസ് ലൈൻ താരിഫ് എന്നുള്ള നിലയിൽ 10, 15, 20, 25 ആ നിലയിലാണ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യക്കിട്ടും അവർ ഇതേ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നവർ ചിന്തിക്കാം. പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു 0 താരിഫ് അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ട് അതേസമയം ഇന്ത്യക്കെതിരെ 15-20% താരിഫ് അമേരിക്ക ഇടുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെന്റിന് തയ്യാറല്ല. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളും നൂലാമാലകളൊക്കെ കിടപ്പുണ്ട്. ഈ നവംബറിലും ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമാകും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കയ്ക്കും ഇപ്പോൾ ഇന്ത്യ ശക്തമായ രീതിയിൽ ബാക്ക് ടു ബാക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രേഡ് ഡീൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമിക്കബിളി റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പീയൂഷ് ഗോയലിന് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറപ്പെടുവിക്കേണ്ടി വരുന്നത്. എനിവേ, ഇത് അമേരിക്കൻ മീഡിയ പ്രത്യേകിച്ച് ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ബംഗ്ലാദേശിൽ ഒരു അമേരിക്കൻ CIA ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റൂമർ, അഥവാ CIAയുടെ ഓപ്പറേഷൻസ് ഒന്നും നമുക്ക് അവരുടെ ക്ലാസിഫൈഡ്സിൽ നിന്നും പുറത്തു വരാണ്ട് നമുക്ക് അങ്ങനെ വിലയിരുത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചൈനയിലേക്ക് ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുക്കിയിരുന്നതായിട്ടും CIAയുടെ ഏജന്റ് ബംഗ്ലാദേശിൽ വന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നതായിട്ടും അയാൾക്ക് ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് കൊടുത്തത് ബംഗ്ലാദേശിലുള്ള അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരാണ്, അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ന പ്രവർത്തിക്കുകയാണെന്നുള്ളതിന്റെ തെളിവൊന്നും എവിടെയില്ല. പക്ഷെ ഇതൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൈഡ് ലൈനിൽ നടന്ന കാര്യങ്ങളാണ്. പക്ഷേ അതേസമയം 24, 25, 26 ദിവസങ്ങളായിട്ടാണ് പുള്ളിക്കാരൻ അമേരിക്കയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് വരുന്നത്, ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നത്. അയാളോടൊപ്പം അയാൾ താമസം തുടങ്ങിയ ഉടനെ തന്നെ 2 പേര് ഇയാളെ കാണാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ദിവസം ആ മുറി ഒഴിഞ്ഞു കിടക്കാണ്. പിന്നീട് 29-ാം തീയതി ആകുമ്പോഴത്തേക്ക് വീണ്ടും അതേ മുറിയിലേക്ക് ഈ വ്യക്തി, ഈ CIA ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും 2 പേര്, ഇതേ 2 പേര് വീണ്ടും വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 30-ാം തീയതി ഹോട്ടൽ ഉദ്യോഗസ്ഥർ ഈ മുറിയിൽ നിന്നും റെസ്പോൺസ് ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഈ മുറി കുത്തി തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇയാൾ നഗ്നനായ നിലയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. ഇതൊരു ഹണി ട്രാപ്പ് ആയിട്ടുണ്ടാവാം എന്നുള്ള നിലയിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില മാധ്യമങ്ങൾ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രിയും SCO സമ്മിറ്റ് കഴിഞ്ഞ പാടെ കാറിൽ സഞ്ചരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. റഷ്യയുടെ ഇന്റലിജൻസ് ഏജൻസിയുടെ ഇൻഫർമേഷൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഷെയർ ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എത്രമാത്രം സത്യസന്ധമായിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ ഫാക്ട് ബേസ്ഡ് ഡേറ്റ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇല്ല. ഇതൊക്കെ പത്രങ്ങളിൽ അടിച്ചു വരുന്ന കഥകളാണ്. പക്ഷെ എന്നാൽ ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുന്ന സ്ഥിതിക്ക് ഞാനിത് ഒന്ന് സൂചിപ്പിച്ച് പോയെന്നേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹണി ട്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട് റോയുടെ പേര് വലിച്ചഴിക്കപ്പെടുന്നുണ്ട്. 30-ാം തീയതി ജപ്പാനിൽ നിന്നും ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ ഒരു ഓപ്പറേഷൻ ബംഗ്ലാദേശിൽ ഇന്ത്യൻ ഇന്റലിജൻസ് ഹണി ട്രാപ്പിലൂടെ നടപ്പിലാക്കിയതായിട്ടുള്ള ചില ഡൗട്ടൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്കഷനും സ്റ്റോറി ലൈനും. പക്ഷേ ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ 1970-കൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഒരുപാട് ഓപ്പറേഷൻസ് CIA ടാർഗറ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചതും അതിൻ്റെ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഒക്കെ പുറത്തു വന്നതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആർക്കൈവ്സിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിലവിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ബ്രിക്സ് കറൻസിക്ക് ഏറ്റവും കൂടുതൽ നോ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയല്ല. ബ്രിക്സ് കറൻസിക്ക് ഏറ്റവും കൂടുതൽ നോ പറയുന്നത് ഇന്ത്യയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം നമ്മൾ ഈ ബ്രിക്സ് കറൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഡോളറിനെതിരായിട്ടും ആഗോള തരത്തിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള 3 രാജ്യങ്ങൾ, അതിൽ നമ്പർ 1 ചൈന, നമ്പർ 2 ഇന്ത്യ, നമ്പർ 3 ആണ് റഷ്യ. കാരണം ഇതിൻ്റെ ഒരു എക്കോണമി അതേപോലെ GDP ലെവൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ബ്രിക്സ് കറൻസിക്ക് നോ പറയുന്നു? കാരണം ഒരുപാട് കമന്റുകൾ ഞാൻ വായിക്കേണ്ട, ഈ ബ്രിക്സ് ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും പലരും വിചാരിക്കുന്നത് ബ്രിക്സിന്റെ കറൻസി കൊണ്ടുവരണമെന്നാണ്. ബ്രിക്സിന്റെ കറൻസി കൊണ്ടുവരുന്നത് ഇന്ത്യക്ക് നല്ലതല്ല. ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് ബ്രിക്സ് പേ ആണ്. ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് ബ്രിക്സ് കറൻസി അല്ല. കാരണം വേറെ ഒന്നുമല്ല, അതിന് ചൈനയുടെ ഒരു ആധിപത്യം. അതായത് യൂറോപ്യൻ യൂണിയനിൽ യൂറോ രൂപീകരിച്ച സമയത്ത് ജർമ്മനി എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അതേപോലത്തെ ഒരു സാഹചര്യം രൂപപ്പെടും. ബ്രിക്സ് കറൻസി രൂപീകരിച്ചാൽ ചൈന ഡോമിനേറ്റ് ചെയ്യും. കാരണം ചൈനയുടെ GDPയും അവർ എക്കണോമിക്കലി മാത്രമല്ല, അവർ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റിലും വളരെ ശക്തരാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയുമായിട്ട് ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യ കുറച്ച് കോഷ്യസ് ആയിട്ട് തന്നെയാണ് ഇടപെടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ചൈന നമ്മളുടെ ഒരു ട്രേഡിംഗ് പാർട്ട്ണറാണ്. പക്ഷേ അതേസമയം ചൈന നമ്മളുടെ ഒരു എനിമിയും കൂടിയാണ്. ചൈന ഇന്ത്യയുടെ എനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഇന്ത്യയുമായിട്ട് കൺഫ്രണ്ടേഷൻ വരുന്നോ ഇല്ലയോ എന്നുള്ളതിലുപരിയായിട്ട് ഇന്ത്യയെക്കാളും ഒരു സൂപ്പർ പവർ ആണ് എന്നുള്ള പൊസിഷൻ ഏഷ്യയിൽ ഡോമിനേറ്റ് ചെയ്യണം. അതിലൂടെ ഗ്ലോബലി തന്നെ ഡോമിനേറ്റ് ചെയ്യണം. അമേരിക്കയെ എതിർത്ത് നിൽക്കണം എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. ആ സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും ചൈനയെ ഇൻഡയറക്റ്റ് ആയിട്ട് വളർത്തിവിടുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ബ്രിക്സ് കറൻസിയിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത്. ഇത് ചൈനയുമായിട്ട് ഇന്ത്യക്ക് മാത്രമല്ല പല രാജ്യങ്ങൾക്കും ചൈനയുമായിട്ട് ഇതേ അഭിപ്രായമുണ്ട്. ഇപ്പോൾ സ്വർണ്ണ വില ഇങ്ങനെ നിരന്തരം ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോളർ ഒരു പരിധി വരെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യക്കും ബുദ്ധിമുട്ടാണ്. അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഡോളർ ബേസ്ഡ് എക്കോണമിയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഏതൊരു രാജ്യത്തിനും അത് നഷ്ടം വരുത്തി വെക്കുന്ന കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ചൈന ഒരു പരിധി വരെ 18-19 ട്രില്യൺ ഒരു 20 ട്രില്യൺ റേഞ്ചിലൊക്കെ GDP വളർത്തി മുന്നിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇന്ത്യയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നമ്മളുടെ GDP തന്നെ 4 ട്രില്യൺ ആണ്. അപ്പം നമുക്ക് അമേരിക്കയുമായിട്ട് ഒരു ഹെൽത്തി ട്രേഡ് നടത്തണം. ഡോളർ ബേസ്ഡ് എക്കോണമിയുമായിട്ട് ഒരു ഹെൽത്തി ട്രേഡ് നടത്തിയിട്ട് ഒരുപാട് ഇൻകം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഒരുപാട് റവന്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡോളർ ഒരു 70-നും 80-നും ആ റേഞ്ചിൽ തന്നെ നിൽക്കണം. ഞാൻ പറയുന്നത് ഇന്ത്യൻ കറൻസിക്കും ഡോളറിനും ഇടയിലുള്ള ആ ഒരു വിനിമയ നിരക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു 70-ന് താഴേക്ക് പോകാൻ പാടില്ല. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഈ ഒരു ബ്രിക്സ് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കാൻ. ഇപ്പൊ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? ഈ സ്വർണ്ണ വില ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം വെച്ചാൽ ചൈന നമ്പർ 1 ആണ്. കാരണം ഏറ്റവും കൂടുതൽ ചൈന ഗോൾഡ് റിസർവ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അവർ വിറ്റഴിക്കുന്നത് ഡോളറാണ്. US ഡോളറിന്റെ കറൻസി റിസർവ് എല്ലാം തന്നെ ചൈന ഒരു പരിധി വരെ വിറ്റഴിച്ചുകൊണ്ട് അതെല്ലാം ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IMF പോലെ ബ്രിക്സിനും ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. ആ ഒരു ബാങ്കിങ് സിസ്റ്റം ത്രൂ കറൻസി ഇല്ലെങ്കിലും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചൈനയിലാണ് ആ ബാങ്കിന്റെ ആസ്ഥാനം. ചൈന മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അതായത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്ന പല രാജ്യങ്ങളുമായിട്ടും ചൈന പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തുള്ള കറൻസി വെച്ചിട്ട് ഗോൾഡിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്തിയിട്ട് ഗോൾഡ് ബ്രിക്സ് ബാങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് റിസർവ് ആയിട്ട് സൂക്ഷിക്കാം. ഇങ്ങനെയുള്ള പ്ലാനുകളെല്ലാം ചൈന നടത്തുന്നുണ്ട്. കാരണം ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയോടൊപ്പം ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളുണ്ട്. ആ ഒരു കൂട്ടം രാജ്യങ്ങൾ ഈ ചൈനയുടെ ഡോമിനേഷനെ ബ്രിക്സിൽ ആഗ്രഹിക്കുന്നില്ല. ഒരു ഈക്വാലിറ്റി കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം വെസ്റ്റേൺ രാജ്യങ്ങളുടെ സംഘടനയെ പോലത്തെ ഒരു സംഘടന ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രിക്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ വക പോയിന്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇന്ത്യ ബ്രിക്സ് കറൻസിയെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ട്. മേജറായിട്ട് നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യക്കുള്ളിൽ IT മേഖലയിൽ നിന്ന് ഒരുപാട് ഇൻകം ഇന്ത്യ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. IT മേഖലയിൽ അത് പ്രധാനമായിട്ട് അമേരിക്കയിൽ നിന്നാണ്. ഇതെല്ലാം തന്നെ ഡോളറിലൂടെ നടക്കുന്ന കച്ചവടമാണ്. അപ്പോൾ ഡോളറിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കറൻസിയുടെ വാല്യൂ കുറയും. അപ്പോൾ നമ്മളുടെ ഇൻകം റവന്യൂ IT മേഖലയിൽ നമ്മൾ വാങ്ങുന്ന ഇൻകം റവന്യൂവിൽ കുറവുണ്ടാകും. അതേപോലെ അമേരിക്കയുമായിട്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കച്ചവടത്തിലും ഈ ഒരു കുറവ് രേഖപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഡോളറിനെ ഒരുപാട് വീക്കൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അത്ര ശരിയായ നടപടിയല്ല. ഈ തിരിച്ചറിവ് ഇന്ത്യക്കുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ റിസർവ് ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ സ്ട്രോങ് ആയിട്ട് ബ്രിക്സിന്റെ കറൻസി ഇപ്പം നിലവിൽ വേണ്ട, ഇപ്പം അതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം അല്ല എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വളർച്ചയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നിങ്ങൾ അതിനെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് എതിരെ എന്ന് പറഞ്ഞാൽ അമേരിക്ക നമ്മളുടെ ശത്രുവല്ല. ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലൊരു പ്രസിഡന്റ് അവിടെ നിന്ന് കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇന്ത്യ ചില കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തും ചില കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതെയും ചില കാര്യങ്ങളെ സൈലന്റ് ആയിട്ടും അങ്ങനെ വിഴുങ്ങി അങ്ങ് കളയുകയാണ്. ശരിക്കും പറഞ്ഞാൽ 4 വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി. അപ്പോൾ ഈ 4 വർഷത്തേക്ക് കോമാളിത്തരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കും. അതുവരെ നമ്മളൊന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ 4 വർഷമല്ല ഇന്ത്യയുടെ എല്ലാമായിട്ടുള്ള നിർണായക വർഷങ്ങൾ. ഇനിയും ഇന്ത്യ ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. 2047 നമ്മളുടെ ആ ഒരു നെക്സ്റ്റ് അച്ചീവ്മെന്റിന്റെ ഒരു ടാസ്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈം ലൈൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമേരിക്കയിൽ ഇനി എത്രയോ പ്രസിഡന്റുകൾ വന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും മെച്ചപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ട്രംപ് ഏത് മേഖലയിലാണോ കൂടുതൽ ഹൈപ്പറായിട്ട് ചിന്തിക്കുന്നത് ആ മേഖലയെ ഇഗ്നോർ ചെയ്തുകൊണ്ടും അതേസമയം അമേരിക്കയുമായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് തുടർന്നു പോകുന്ന ചില എഗ്രിമെന്റുകളും ചില ധാരണകളും ചില സഹകരണങ്ങളൊക്കെ ഉണ്ട്. അത് ഡിഫൻസ് പരമായിട്ടായിക്കോട്ടെ, ഇന്റലിജൻസ് പരമായിട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ അമേരിക്കയുടെ വെപ്പൺ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ഇന്ത്യ ഒരു രീതിയിലുള്ള കുറവോ അല്ലെങ്കിൽ മാറ്റങ്ങളോ വരുത്താതെ തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ ചേർന്നുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. കാരണം ഒരു തരത്തിലും വ്യത്യസ്തമായ ഒരു ഡിഫറൻറ്റ് ഫീല് അമേരിക്കയ്ക്ക് കൊടുക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. അതാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ അതേസമയം
ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേളിൽ അടിച്ചമർത്തുന്ന രീതിയിൽ, മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ അപമാനിക്കപ്പെടുന്ന രീതിയിൽ ഹ്യൂമിലിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ മുട്ടുകുത്തിച്ച് നമ്മളെ വരുതിക്ക് വരുത്താം എന്നുള്ള ചില ഓപ്പൺ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇന്ത്യ വളരെ കർശനമായിട്ട് ചേർത്ത് തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സോവറിനിറ്റി ഉണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ചൈനയുടെ ബ്രിക്സ് ഡോമിനേഷനെ മറ്റു പല ചെറിയ രാജ്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇന്ത്യ പോലത്തെ രാജ്യം അതിനെ ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യ കുറേ രാജ്യങ്ങളുടെയും കൂടി, ഇന്ത്യക്ക് പിന്നിൽ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങളുടെയും കൂടി ഒരു വക്താവ് എന്നുള്ള നിലയിലാണ് ചൈനയെ ഈ രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ ഇതിനെ ഏഷ്യൻ സൈഡിൽ നടക്കുന്ന, അതേപോലെ ബ്രിക്സിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ആ ഒരു മാറ്ററായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പം അമേരിക്ക എന്താണ് ഇന്ത്യക്കെതിരെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? കാരണം എളുപ്പത്തിൽ ഇന്ത്യ ഡീൽ സൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡീൽ സൈൻ ചെയ്യാൻ ധൃതിയും കാണിക്കുന്നില്ല. ഓപ്ഷനെല്ലാം നമ്മൾ അമേരിക്കയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ താരിഫ് കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ നിലപാടിൽ തന്നെ ഇന്ത്യ ഉറച്ചു നിൽപ്പുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ LICയുടെ 35,000 കോടി അദാനിയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. LIC എന്ന് പറയുന്നത് പബ്ലിക് ഫണ്ടാണ്. അപ്പോൾ ഈ പബ്ലിക് ഫണ്ട് എന്തുകൊണ്ട് ഈ അദാനിയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു? ഇത് അദാനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കാണിച്ച തരികിട പരിപാടിയാണോ എന്നുള്ള നിലയിൽ ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള പല US മാധ്യമങ്ങളും ഇതിനെ കോട്ട് ചെയ്യുന്നത്. ഇത് മാസങ്ങൾക്ക് മുമ്പ് ജോ ബൈഡൻ ഭരണകൂടം ഇരുന്ന സമയത്ത് തന്നെ ആ ഒരു ലാസ്റ്റ് 6 months ആ ഒരു പീരീഡിൽ അദാനിക്ക് മേളിൽ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട്, സെക്കൻഡ് തേർഡ് റിപ്പോർട്ടൊക്കെ ഉണ്ട് ഹിൻഡൻബർഗിന്റെ. ഇപ്പോൾ ആ കമ്പനി തന്നെ ഇല്ല. ആ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെയൊക്കെ ആശ്രിതമാക്കിക്കൊണ്ട് ഈ ചോദ്യങ്ങൾ മുന്നോട്ട് വരികയും ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് LIC അന്ന് തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നതാണ്. കാരണം LICയുടെ വെറും 1% ഫണ്ട് മാത്രമാണ്, അതായത് 0.975 എന്ന് പറഞ്ഞ വിഹിതം മാത്രമാണ് LIC അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. LICയുടെ ആസ്തി എന്ന് പറഞ്ഞാൽ 46.66 ലക്ഷം കോടിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് LIC ഈ അദാനി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് റിട്ടേൺസ് കിട്ടുന്ന രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ കൂടി കൊടുത്തതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഈ പബ്ലിക് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക, SBIയുടെ എമൗണ്ട് തൊട്ട് എല്ലാം തന്നെ പബ്ലിക് ഫണ്ടാണ്. ഈ പബ്ലിക് ഫണ്ട് പിന്നെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? ഇതേപോലത്തെ കമ്പനികളിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വരുമാനം കിട്ടുന്ന നമ്മളുടെ ഡൊമസ്റ്റിക് കമ്പനികളിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഗവൺമെന്റ് സെക്ടർ, ഇപ്പോൾ സെമി ഗവൺമെന്റ് അങ്ങനത്തെ കമ്പനികളുണ്ട്, Nifty 50 എന്നൊക്കെ വരുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഗവൺമെന്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കമ്പനികളുണ്ട്, അതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരാറില്ല. പക്ഷേ ഇത് ശരിക്കും അദാനി എന്ന് പറഞ്ഞൊരു സംഗതി വന്നതുകൊണ്ട് മാത്രം അദാനിയുടെ സ്റ്റോക്കുകളെ ഇടിച്ചു വീഴ്ത്താൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹിൻഡൻബർഗ് ഇതേ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ LICനെ വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ ഒന്ന് കോർത്തിണക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടാണ് ഈ ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നത്. അതിനെയാണ് ഇപ്പം, അതായത് ആ വിഷയം അന്ന് തന്നെ കെട്ടടങ്ങിയതാണ്. ഇന്ന് അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ കമ്പനി ഇല്ല. ആ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ LICയുടെ സ്റ്റോക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തിനാണ് അന്ന് പറഞ്ഞ കാര്യം വീണ്ടും അമേരിക്കൻ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്യാനാണ്. ഇന്ത്യയിലുള്ള ഓപ്പോസിറ്റ് പാർട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇതേപോലെ ഇന്ത്യക്കുള്ളിൽ പല രീതിയിലുള്ള തരികിട പരിപാടികൾ നടത്താനും ഇവിടെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും സെൻട്രൽ ഗവൺമെന്റിനെ ഒന്ന് പ്രഷർ ചെയ്ത് നിലനിർത്താനും വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കും. ഇത് അമേരിക്ക ഇപ്പോൾ മാത്രമല്ല, ഇത് പണ്ട് മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അഥവാ നിലവിൽ ഒരു കാര്യം കൂടി ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അതായത് ഇപ്പം ഒരു വാർത്ത അമേരിക്ക പറയുന്നുണ്ട്, ഒരു മാപ്പ് പബ്ലിഷ് ചെയ്തിട്ട് പറയാണ്, ചൈന ഇന്ത്യയുടെ ബോർഡർ ഏരിയയിൽ പ്രത്യേകിച്ചും പാങ്ഗാങ്സോ റീജിയനിൽ എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിക്കുന്നുണ്ട്. അത് 110 കിലോമീറ്റർ റേഞ്ചുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ് അവിടെ സ്ഥാപിക്കുന്നത് എന്നുള്ള വാർത്തയാണ് അവർ മാപ്പ് സഹിതം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാക്സറിൻ്റെ മാപ്പാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്, ഇത് ചൈന മാത്രമേ ചെയ്യുന്നുള്ളൂ. ചൈന ഇപ്പോഴല്ല അവിടെ ബിൽഡ് ചെയ്യുന്നത്, ചൈന കുറേ കാലം കൊണ്ട് തന്നെ അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും അവയർനെസ്സും ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായിട്ട് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചൈനയുമായിട്ട്. നമ്മൾ ഏതാണ്ട് 36 തവണ ചൈനയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അവരുടെ ഡിഫൻസുമായിട്ട് ചർച്ച നടത്തിയതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇന്ത്യ മാത്രം എന്താണ്, ഇന്ത്യ വേറെ ഒന്നും ചെയ്യുന്നില്ലേ? ഇന്ത്യയുടെ ബോർഡറിൽ ത്രൂ ഔട്ട് അരുണാചൽ പ്രദേശ്, ത്രൂ ഔട്ട് ലഡാക്ക്, ത്രൂ അരുണാചൽ പ്രദേശ് വരെ റെയിൽവേ ട്രാക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ബോർഡർ ഏരിയയിൽ ഇന്ത്യയും അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിക്കുന്നുണ്ട്. ഇന്ത്യക്ക് റഫേൽ ഫൈറ്റർ ജെറ്റ് കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കാനും അവിടെ നിന്ന് പറന്നുയരാനുമുള്ള എല്ലാ ഫെസിലിറ്റിയും സെറ്റപ്പുകളും എയർ ബേസും എല്ലാ വികസനങ്ങളും ചെയ്തു തന്നെയാണ് ഇന്ത്യ ബോർഡർ ഏരിയ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇന്ത്യയും അവിടെ ഡിഫൻസ് ബിൽഡപ്പ് നടത്തുന്നുണ്ട്. പക്ഷെ അമേരിക്ക പറയുമ്പോൾ ചൈന, അതായത് നമ്മൾ ഇന്ത്യ ചൈനയുമായിട്ട് അടുക്കുന്നു, അപ്പോൾ അതിനൊരു ചെറിയ കണ്ണുകടി. നിങ്ങൾ അങ്ങനെ ചൈനയുമായിട്ട് റഷ്യയുമായിട്ടും കൂട്ടുകൂടാൻ പാടില്ല. നിങ്ങൾ എത്രയും വേഗം അമേരിക്കയുമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്ന് ഞങ്ങൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് ഒപ്പിട്ട് നവംബർ 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ട്രേഡ് ഡീലിൽ സൈൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രഷർ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ രീതിയിലുള്ള പ്രൊപ്പഗണ്ട ന്യൂസ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം,
നമ്മൾ ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും ചിന്തിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തന്നെ വിടുകയാണ്. കാരണം ഇതിൽ ഞാനൊരു ജസ്റ്റിഫിക്കേഷൻ നടത്തുന്നില്ല. ഇന്ന രീതിയിൽ പ്രൊപ്പഗൻഡ മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു യഥാർത്ഥ പിക്ചർ നിങ്ങളുടെ മുന്നിൽ ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. ഇനി ചിന്തിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്, അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എല്ലാവരും തന്നെ നല്ല വിശദമായ രീതിയിൽ കമന്റുകൾ എഴുതുന്ന ആൾക്കാരാണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ ജിയോ പൊളിറ്റിക്കൽ നോളജ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ ഒരുവിധം വെൽ സ്റ്റഡീഡ് നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതിലെനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, ഈ ഫോറിൻ പ്രൊപ്പഗൻഡ എങ്ങനെയാണ് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്, അതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിൽ നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയെ എങ്ങനെയാണ് പുറത്തുനിന്ന് ആൾക്കാർ അതിലൊരു സ്വാധീനം ചെലുത്തി എരുതിയിൽ എണ്ണ പകരുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കുന്നതുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തു വെക്കാൻ ശ്രമിച്ചത്. ഡെഫിനറ്റ്ലി ഇന്ത്യക്കുള്ളിൽ നല്ല പ്രതിപക്ഷം വേണം. അത് നിരന്തരം പാർലമെന്റിൽ പല വിഷയങ്ങളെയും കുറിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ്, ക്രിട്ടിക്സ് ഒക്കെ വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു ജനാധിപത്യ ഭരണകൂടം മുന്നോട്ട് ചലിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചോദ്യം ചെയ്യണം, തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ത്യ നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നോട്ടം എന്ന് പറയുന്നത് നമ്മൾ മിലിറ്ററി എക്സസൈസ് ചെയ്യുന്ന സമയത്തേക്ക് നോ ഫ്ലൈ സോൺ പ്രഖ്യാപിക്കും. അങ്ങനെ ഗുജറാത്തിന്റെ ബോർഡർ തൊട്ട് നമ്മൾ ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും പ്രദേശത്ത് ഈ ഒക്ടോബറിൽ 28-29 ദിവസങ്ങളിലായിട്ട് നമ്മൾ നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നോ ഫ്ലൈ സോൺ ആണ് ഈ ഏരിയയിൽ. അപ്പോൾ ഇതിന് ഈ ഏരിയയിൽ നമ്മളൊരു മിലിറ്ററി എക്സസൈസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് പ്രഖ്യാപിച്ച അടുത്തൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇതിന്റെ നേരെ എതിർവശത്ത് അവരുടെ സൈഡിൽ അവരും നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതേ സെയിം ഡേറ്റിൽ 28-29 ദിവസങ്ങളായിട്ട് അവരും ആ പ്രദേശത്ത് അവരും നോ ഫ്ലൈ സോൺ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയെ ഏത് നേരത്തും ക്ലിയർ കട്ടായിട്ട് ഒപ്പോസ് ചെയ്ത് നിൽക്കുക എന്നുള്ളതിൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും ശ്രദ്ധ പുലർത്താറുണ്ട്. ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് 2 പഞ്ചാബികളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഫിൽട്രേഷന്റെ സാധ്യത, അതുപോലെ ആന്റി ടാങ്ക് മിസൈലുകളുമായിട്ട് 2 പേരെ ഇവിടുന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഈ മേഖല ശരിക്കും പറഞ്ഞാൽ ഇൻഫിൽട്രേഷന് സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് കണക്കാക്കിയത് കൊണ്ടാണ് ഈ ഭാഗത്ത് നേവൽ, മിലിറ്ററി, എയർഫോഴ്സ് 3ഉം സംയോജിച്ച് നടത്തുന്ന ഒരു മിലിറ്ററി ഡ്രില്ലാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കുറെ സമഗ്രമായ വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.